These program brought to you by Bin Musa Travels, Dubai and Abu Dhabi. Lucky Center and Lucky Department Store, Ajuma. Al Hamour Restaurant, Al Bidia and Dibba. നമസ്കാരം. അവർ ടി വി 24/7 സിനിമാ വിശേഷങ്ങളിൽ എന്നോടൊപ്പം ഉള്ളത് ഫൈസൽ റാസിയാണ്. ഒരുപാട് മലയാള സിനിമകളുടെ ഭാഗമായ ഫൈസൽ റാസി ഈ പറയും പോലെ മമ്മൂട്ടി, പിന്നെ നമ്മുടെ രജനീകാന്ത്, അങ്ങനെ തുടങ്ങിയ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ആ സിനിമകളുടെയൊക്കെ ഭാഗമായ ഫൈസൽ റാസി. അദ്ദേഹത്തോട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതവും അദ്ദേഹം വന്ന വഴികളും നമുക്ക് അറിയാം. ഫൈസൽ പറഞ്ഞാലും. എൻ്റെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സിനിമാ ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ വർക്ക്ഷോപ്പിൽ കുട്ടികളെ കൊണ്ടാക്കും അവർക്ക് ടെക്നിക്കലായിട്ട് പഠിക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം ഒരു ദിവസം സ്ക്രൂ ഡ്രൈവർ കൊടുക്കും, പിന്നത്തെ ഒരു ദിവസം സ്പാനർ കൊടുക്കും. അങ്ങനെ പിന്നെ അവരൊരു 10-15 വർഷം കഴിയുമ്പോൾ അവരായിരിക്കും ആ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഗ്യാരേജിൻ്റെ ഏറ്റവും സ്കില്ലായിട്ടുള്ള ഒരു ടെക്നീഷ്യൻ. അതുപോലെ ഉള്ള ഒരു ആളാണ് ഞാൻ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ എഡിറ്റിങ്, ഡബ്ബിങ്, എല്ലാ മേഖലയിലും പ്രവർത്തിച്ച ഒരാളാണ്. അതിനെക്കുറിച്ച് എക്സ്പീരിയൻസിലൂടെ ഞാൻ പഠിച്ച് പോന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ദുലേഖ എന്നുള്ള സിനിമ. എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് 3 ആസ്പെക്റ്റാണ്. ഒന്ന്, നമുക്കത് പല ഫിലിം ഫെസ്റ്റിവലിനും ഇതിനൊക്കെ പോകുന്ന ഒരു കണ്ടൻറ്റുള്ള സിനിമ ആയിരിക്കണം. 2, അത് ചർച്ച ചെയ്യപ്പെടണം, കലാമൂല്യ ഉള്ള സിനിമ ചർച്ച ചെയ്യപ്പെടണം. 3, എൻ്റെ നിർമ്മാതാവിന് അതിൻ്റെ പൈസ തിരിച്ചു കിട്ടണം. ഈ 3 ആസ്പെക്ട്സുള്ള ഒരു സ്ക്രിപ്റ്റാണ്, എൻ്റെ തന്നെ ഒരു സ്ക്രിപ്റ്റാണ്. അത് ഈ സിനിമ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഈ ഇന്ദുലേഖ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ പണ്ട് 10ാം ക്ലാസ്സിൽ ചന്തുമേനോൻ എഴുതിയ ഇന്ദുലേഖ, ആ ചന്തുമേനോൻ എഴുതിയ ഇന്ദുലേഖ ഇതിനകത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതിനകത്തൊരു നമ്മൾ പണ്ടൊക്കെ മതങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും നമുക്ക് മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നാണ് നമ്മുടെ മനസ്സിലൊക്കെ മതങ്ങളും ജാതിയൊക്കെ വന്നത്. പണ്ടൊക്കെ എല്ലാവരും സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രണയിക്കുമ്പോൾ അപ്പുറത്തും നോക്കുന്നില്ല. കാരണം ഞാൻ ഹിന്ദു, നിങ്ങൾ മുസ്ലിം, മറ്റാൾ ക്രിസ്ത്യാനി എന്ന് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന സുഹൃത്തുക്കൾ പോലും നമ്മുടെ അടുക്കളയിൽ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. ഇന്നതൊക്കെ മാറി പലർക്കും ഞാൻ ഇന്നതാണെന്ന് തിരിച്ചറിയാം. ഇതുപോലുള്ള സാമൂഹിക വ്യവസ്ഥയെ നമുക്ക് പൊട്ടിച്ചെറിയുന്ന ഒരു സിനിമയാണിത്. മാത്രമല്ല, ഈ സിനിമക്കകത്ത് അന്ന് പ്രണയിച്ച 2 കുട്ടികൾ, ഈ മനോജും അതുപോലെ നൂറ എന്ന് പറയുന്ന ആ പെൺകുട്ടികൾ കൂടിയിട്ടുള്ള ആ ഒരു പ്രണയം, അവർക്ക് അന്ന് മതം ജാതിയൊന്നും അറിയില്ലായിരുന്നു. പ്രണയിച്ച് വലുതായപ്പോഴാണ് അവർ മനസ്സിലാവുന്നത് ഞങ്ങൾക്ക് ഇതൊന്നും അപ്രാപ്യമാണ്, ഇത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും, ഇത് പ്രാക്ടിക്കലല്ല എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ അന്ന് ആ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവർ പഠിച്ച പാഠമാണ് ഇന്ദുലേഖ. ആ ഇന്ദുലേഖ തുറക്കുന്നിടത്താണ് നമ്മുടെ ടൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. മനോഹരമായ ഗാനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഓൾറെഡി നമുക്ക് നിങ്ങൾ കേട്ട് പരിചയിച്ച വിഷ്വൽ ചെയ്യാത്ത ഗാനങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ചെയ്തു പോകുന്നത്. ഇതിനകത്ത് ഗാനത്തിന് വേണ്ടി പ്രത്യേക സെക്ഷനില്ല. നമ്മുടെ സിനിമയുടെ ഒരു ഭാഗമായിട്ട് തന്നെ കഥയിലൂടെയാണ് ആ ഗാന ചിത്രീകരണം നടന്നു പോയിട്ടുള്ളത്. അതുപോലെ തന്നെ സിദ്ദിഖുമായിട്ടുള്ള അടുത്ത ബന്ധമായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ മരണം തീർച്ചയായിട്ടും ഫൈസലിനെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്ങനെയായിരുന്നു അദ്ദേഹമായിട്ടുള്ളൊരു? സിദ്ദിഖുമായി ഞാനൊരു 15 വർഷമായിട്ടുള്ള ബന്ധമാണ്. മാത്രമല്ല, ഒരു സിനിമാക്കാരനായിട്ട് എത്രയും സിനിമാക്കാരെ കൂടെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമാക്കാരനല്ലാതെ നമ്മുടെ ഒരു ജ്യേഷ്ഠൻ, അങ്ങനെയുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും. ഇതുവരെയുള്ള എല്ലാ സിനിമയിലും നമ്മളെ സഹകരിപ്പിച്ചിട്ടുണ്ട്. പല സിനിമകളിലും ആരെങ്കിലും വരാതായി കഴിഞ്ഞാൽ ആ സീൻ കയറി ചെയ്തിട്ടുണ്ട്. ഫുക്രി എന്ന സിനിമയിലെ ബംഗാളി പറയുന്ന ആ ഒരു ക്യാരക്ടർ വരെ
ആ സമയത്ത് ഉണ്ടായ ക്യാരക്ടറാണ്. മീൻസ് ആ സമയത്ത് വന്ന ക്യാരക്ടറിന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ എന്നെ കൊണ്ട് അത് ചെയ്യിച്ചു. അപ്പോൾ പല സന്ദർഭങ്ങളും ഞാൻ യക്ഷി എന്നുള്ള സിനിമയിൽ നായകനായിട്ടാണ് ആദ്യം, അതിലാണ് സിനിമയിൽ നായകനായിട്ട് വരുന്നത്. പിന്നീട് ഒരുപാട് സിനിമകൾ, ജേക്കബിൻ്റെ സ്വർഗരാജ്യം, വെൽക്കം ടു സെൻട്രൽ ജയിൽ, അങ്ങനെയൊക്കെയുള്ള സിനിമയുടെ ഭാഗമാകാൻ പറ്റി. അതിനകത്ത് ഇടയിൽ എന്തിരൻ എന്ന് പറയുന്ന 2.0 ചെറിയൊരു സീനിൽ വന്നുപോയി. അപ്പോൾ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സെറ്റും ആ ലൊക്കേഷനും ഇത്രയും വലിയ ആൾക്കാരെ കൂടെ ജോലി ചെയ്യാൻ കഴിയുക എന്നുള്ളത്, അവരൊക്കെ എങ്ങനെയാണ് പണ്ട് മുതൽ ജോലി ചെയ്തിരുന്നത്, അവരൊക്കെ സിനിമക്കകത്തുള്ള ആ ലെജൻസിൻ്റെ ഒക്കെ കൂടെ ഒരു സ്ക്രീനിൽ ഒരു ഫ്രെയിമിലെങ്കിലും വരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഭാഗ്യം. കറക്റ്റ്, അത് സത്യമാണ്. മലയാള സിനിമയിൽ ഇത്രയും വർഷം, അതായത് ഒരു പ്രവാസി ആയതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ ഫേസലിന് കൂടുതൽ അതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റാതെ പോയത്. കാരണം നമുക്കൊരു പരിമിതിയുണ്ട്. ഇപ്പോൾ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രയോറിറ്റി അവൻ്റെ ജോബാണ്. കാരണം ആ ജോബ് ഉണ്ടെങ്കിലേ നിലനിൽക്കാൻ പറ്റുള്ളൂ. അതേസമയം നമ്മുടെ പാഷനാണ് സിനിമയിൽ അഭിനയിക്കാനുള്ളത്. പക്ഷേ ഫേസൽ ഒരുവിധം നന്നായി തന്നെ അത് രണ്ടും മാനേജ് ചെയ്തു. മാത്രമല്ല, എന്നെപ്പോലെ ഒരുപാട് പേര്, എന്നെ പ്രതിനിധീകരിക്കുന്ന പോലെ ഒരുപാട് പേര് എന്നെക്കാളും കഴിവുള്ള, അല്ലെങ്കിൽ ഇന്ന് മലയാള സിനിമയിൽ കാണുന്ന അവരെക്കാളൊക്കെ കഴിവുള്ള ഒരുപാട് ആൾക്കാർ പ്രവാസികളായിട്ട് അവരുടെ സ്വപ്നങ്ങളൊക്കെ മൂടി വെച്ച് ജോലി ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷനാണ് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. കാരണം നമ്മളൊരിക്കലും അതോടുകൂടി നമ്മൾ ഇത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ ഏത് മൂലയിലാണെങ്കിലും നമ്മുടെ സ്വപ്നങ്ങളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും അവിടെ എത്തിച്ചേരും എന്നുള്ളത്, സിനിമയിൽ ഒരു ചായ പോലും കൊടുക്കാത്ത, ഒരു ബന്ധവുമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് സിനിമയിൽ നായകനായിട്ട് വരാൻ കഴിഞ്ഞ്, ഇത്രയും സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞ്, അത് നമ്മുടെ ഒരു പാഷനും നമ്മുടെ ഡെഡിക്കേഷനുമാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രവാസി സമൂഹത്തിന് നിങ്ങളിൽ ഒരാൾ എന്നുള്ള നിലയ്ക്ക് അവർക്കൊക്കെ ഒരു പ്രചോദനം ആവട്ടെ എൻ്റെ ഈ ഒരു സിനിമയും. ഞാൻ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന സിനിമ. തീർച്ചയായിട്ടും ഇന്ദുലേഖ ഒരുപാട് ശ്രദ്ധിക്കപ്പെടട്ടെ. ഞാനതിൻ്റെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ കണ്ടു. വളരെ സന്തോഷം. നല്ലൊരു സിനിമയായി തന്നെ പുറത്തിറങ്ങട്ടെ, ജനങ്ങൾ കാണട്ടെ, സ്വീകരിക്കട്ടെ. കൂടുതൽ നല്ല സിനിമകൾ എടുക്കാൻ ഫേസലിന് കഴിയട്ടെ എന്ന് നമ്മുടെ അവർ ടിവിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫേസൽ. താങ്ക് യു. ഇതുവരെ നമ്മളോട് സഹകരിച്ചതിന് നന്ദി. താങ്ക് യു വെരി മച്ച്.